അപ്പോൾ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ മുന്നോട്ട് നടന്നു പോകണം. അപ്പോൾ ഇവിടുന്ന് ചുറ്റും റോസയുടെ പാടങ്ങൾ തന്നെ. പക്ഷേ ഇതൊന്നും ഫ്ലവർ ആയിട്ടില്ല ഇതുവരെ, പക്ഷേ മൊത്തം റോസിൻ്റെ ഏരിയ തന്നെ. ഇവിടുത്തെ ഓടുമ്പോൾ തന്നെ നല്ല വലിപ്പത്തിലുള്ളൊരു കണ്ണിമുൾ ചെടിയുണ്ട്. എനിക്ക് തോന്നുന്നൊരു 3-4 ആൾ പൊക്കം ഉണ്ടാവും. സൂപ്പറായിട്ടുണ്ട്. ഇവിടെ അങ്ങനത്തെ കുറേ ഉണ്ട്, കൂട്ടമായിട്ടുണ്ട്. നമ്മൾ പോയുമ്പോൾ തന്നെ ഒരു റോസ് വാട്ടർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി കാണാം. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നല്ല സ്മെല്ലുണ്ട്. അതിൻ്റെ ഒരു സിസ്റ്റമാണ്. ഇതൊരു ആദ്യമായിട്ടാണ് കാണുന്നത് സംഭവം. ഇവിടെ ഒരു ടി വി ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്ന രീതിയൊക്കെ കാണിക്കുന്നുണ്ട്. നല്ലൊരു ഫാക്ടറി, നല്ല സ്മെല്ലാണ്. റോസ് വാട്ടറിൻ്റെ സൂപ്പർ സ്മെല്ല് വരുന്നുണ്ട്. അടുത്ത ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് ഏരിയയിലാണ് മെയിനായിട്ടുള്ള. ഇവിടെ ആയിരിക്കും ഫ്ലവർ മൊത്തം. ഇവിടെ ഉണ്ട് കണ്ണിമുൾ ചെടി. ഇവിടെ കുറേയൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇതിലൊക്കെ ചേർത്ത് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറുകയാണ്. എൻട്രൻസിൽ തന്നെ നല്ല ആർച്ച് പോലെ കുറേ ഫ്ലവറുകൾ. അത് റോസ് മാത്രമല്ല, പല ഫ്ലവറുകളുണ്ട് അതിന്. കണ്ണിമുൾ ചെടിയുണ്ട് കേട്ടോ. ഇതെല്ലാം പറിച്ച് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കയറി വരുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത്. നിറച്ച് ഫ്ലവേഴ്സാണ്. ഇത് പക്ഷേ റോസ് മാത്രമൊന്നുമല്ല. എനിക്ക് റോസിൻ്റെ ടൈമൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ കുറേ റോസിൻ്റെ പാടങ്ങളുണ്ട്. പക്ഷേ അതിനകത്തൊന്നും റോസിൻ്റെ ഇല്ല. ഈ സൈഡിൽ കുറച്ച് റോസിൻ്റെ ചെടികളും പൂക്കളമൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി ഫ്ലവറുകളൊക്കെ നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ഈ ഏരിയ തവത്തിൽ തന്നെ പല കളറിലുള്ള ഫ്ലവറുകളുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം, ഡീറ്റെയിൽസ് ഒക്കെ കണ്ട്. ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ രസകരമായിട്ടാണ് ഈ പൂക്കളൊക്കെ. പല നിറത്തിലുള്ള റോസുകളും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ മറ്റു ചില ചെടികൾ, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. പക്ഷേ പല കളറിലുള്ള കുറേ ചെടികൾ, അതിനൊപ്പം റോസും ഉണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെയാണ് ഒരു വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വലുതായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ പോലും നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെയുള്ളത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോസ് ഗാർഡനിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ഇനിയും വരും. ഓക്കെ, ബൈ.